ലിജോ റോളൻസ് കൂടി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലിജോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ നന്നായി ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി അത് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ സമയമാണ് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ, അതായത് അധികം വെയിലില്ലാത്തൊരു സമയം. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ടോ? നൗഫലെ, കൊല്ലം ജില്ലയിൽ മൊത്തം, അതായത് രാവിലെ മാത്രമായിരുന്നു ഒരു മന്ദഗതിയിൽ പോളിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കൊല്ലം ജില്ലയിൽ നല്ല രീതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. 10:30 വന്ന കണക്കിന് പ്രകാരം കൊല്ലം ജില്ലയിലെ ആകെ പോളിംഗ് 24% അടുത്തിരിക്കുകയാണ്. ഔദ്യോഗിക കണക്കാണ്. കോർപ്പറേഷനിലെ പോളിംഗ് ആകട്ടെ 19%. അത് സൂചിപ്പിക്കും വിധം തന്നെയാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ നേരത്തെ അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്ന ഒരു തിരക്കെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 11 മണിയായതോടുകൂടെ അത്യാവശ്യം വെയിലൊക്കെ ആയി തുടങ്ങി. പക്ഷെ ആളുകൾക്ക് അതോടുകൂടെ ചെറിയൊരു കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പ്രധാന നേതാക്കളെല്ലാം തന്നെ, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ അല്പസമയം മുൻപാണ് ബാലിക മറിയം സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം നീരാവ് SNDP UP സ്കൂളിൽ മന്ത്രി ജെ ചിഞ്ചുറാണി എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മടങ്ങിയിട്ടുണ്ട്. എല്ലാ നേതാക്കളും പറയുന്നത്, അതായത് വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ് നേതാക്കളെല്ലാം പങ്കുവെക്കുന്നത്. എന്തായാലും ഈ പോളിംഗ് ശതമാനം ഉയർന്നു വരുന്നത്, കഴിഞ്ഞ വർഷം 73%, ജില്ലയിലാകമാനം, കോർപ്പറേഷനിൽ അത് 66%. ഇനി ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിയുന്ന സമയത്ത് കുറച്ച് സമയം അതൊന്ന് മന്ദഗതിയിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷമായി വീണ്ടും വലിയൊരു നിര തന്നെ ഈ പോളിംഗ് ബൂത്തുകൾക്ക് പുറത്ത് ഉണ്ടാകാൻ, അത് രൂപപ്പെട്ടു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം രാവിലെ തന്നെ ജോലിക്ക് പോകാനുള്ള, സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയൊക്കെ ഒരു രീതിയിലുള്ളതാണ്. പ്രായമായ ആളുകളൊക്കെ ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിലേക്കൊക്കെ, അതായത് എത്തുകയും അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ ഉണ്ടായ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, കൊല്ലം നീണ്ടകര സെന്റ് ആഗ്നസ് സ്കൂളിന് മുന്നിൽ ഒരു തർക്കമുണ്ടായിരുന്നു. അത് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPM പ്രവർത്തകരും തമ്മിലാണ് തർക്കമുണ്ടായത്. ആ പോളിംഗ് ബൂത്തിന്റെ 200 മീറ്ററിനുള്ളിൽ കയറി ആ വോട്ട് ചോദിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഉയർത്തിയത്. പക്ഷെ പോലീസ് ഇടപെട്ടുകൊണ്ട് ഇരു കൂട്ടരെയും അവിടെ നിന്നും മടക്കി അയക്കുകയും ചെയ്തു. ഇത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വേറെ മറ്റ് സംഭവങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒന്നും കാര്യമായി ഉണ്ടായിട്ടില്ല. എല്ലാ പോളിംഗ് ബൂത്തുകളിലും 1678 വാർഡുകളിലേക്ക് നടക്കുന്ന 2720 പോളിംഗ് ബൂത്തുകളിലും ഇപ്പോൾ കൃത്യമായി ആ പോളിംഗ് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ പോളിംഗ് ശതമാനത്തിലും ഒരു മാറ്റം വരുന്നത്. ഈ പട്ടത്താനം SNDP UP സ്കൂളിലാണ് കൊല്ലം MLA M മുകേഷ് ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്താനെത്തുന്നത്. വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ മുകേഷ് MLA ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. നൌഫൽ.